ശരിയോ തെറ്റോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, മറ്റൊന്നും നിങ്ങൾ പറയണ്ട. ചിന്തിക്കാനുള്ള സമയം വളരെ കുറവാണ്. ശരി തെറ്റുകളാണ് നിങ്ങളുടെ മാർക്കുകൾ നിശ്ചയിക്കുന്നത്. ഇതിൽ ആരോട് ഞാൻ ആദ്യം ചോദിക്കണം നന്ദിനി? സച്ചിനിൽ നിന്ന് തുടങ്ങാം. ഡിക്ഷണറിയിൽ ഡിക്ഷണറി എന്ന വാക്കുണ്ടാവില്ല. ശരി. മഞ്ഞപ്പിത്തത്തിന് ഒറ്റ മൂല്യമാണ് കീഴാർ നെല്ലി. ശരി. ഇലക്ട്രോ കർണാട്ടിക് ഗ്രാം ആണ് ECG. തെറ്റ്. ഉത്തരം എന്നാൽ തെക്കാണ്. തെറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. തെറ്റ്. സച്ചിൻ ശരിയോ തെറ്റോ എന്ന മാലപ്പടക്കത്തിൽ എത്ര എണ്ണത്തിൽ പൊട്ടി എന്ന് പുരുഷു ഇപ്പൊ പറഞ്ഞു തരും. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ഡിക്ഷണറി എന്ന വാക്കുണ്ടാവില്ല, അത് ശരി എന്നാണ് സച്ചിൻ പറഞ്ഞത്. അത് തെറ്റാണ്. ഡിക്ഷണറി എന്നുള്ള വാക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു മഞ്ഞപ്പിത്തത്തിന് ഒറ്റ മൂലിയാണ് കീഴാർ നെല്ലി. അത് നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. 10 മാർക്കുണ്ട്. കീഴാർ നെല്ലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ടാന്ന് കേട്ടിട്ടുണ്ട്. ആണ്. അപ്പോൾ അത് കരളിനെ ബാധിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. ഇന്ത്യൻ ടാബ്ലറ്റ്സിൽ ഇതിന് കീഴാർ നെല്ലി ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോ കർണാട്ടിക് ഗ്രാം ആണ് ECG എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. പിന്നെ എന്താണ് ECG? അങ്ങനെ കറക്റ്റായിട്ട് ചോദിക്കില്ല. ഒന്ന് കറക്കി കുത്തി നോക്കിയതാ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ECG എടുക്കാറുണ്ടല്ലോ. എന്താണ് ECG? കുത്തിവെപ്പ് എന്നറിയാം. ECG കുത്തിവെപ്പ്. അത് BCG ചെറുപ്പത്തിൽ എടുക്കുന്ന സാധനം. ECG കുത്തിവെപ്പ് അല്ല എൻ്റെ പൊന്നളിയാ. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECG എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ECG. മറ്റേ കുത്ത് BCG. പണ്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നത് AKG. വീട്ടിൽ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് LPG. ഓക്കെ. ഉത്തരം എന്നാൽ തെക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം, ഉത്തരേന്ത്യ, പൂർവ്വധ്രുവം, പശ്ചിമ ധ്രുവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ പക്ഷെ നിങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് ഒരു ആവശ്യമില്ലാണ്ട് തെറ്റെന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. ഉത്തരം എന്ന് പറയുന്നത് വടക്കാണ്, തെക്കല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തെറ്റ് എന്ന്. അത് ശരിയാണ്. ആന്തരിക അവയവങ്ങൾ നോക്കുകയാണെങ്കിൽ കരളാണ് ഏറ്റവും വലിയ അവയവം. മൊത്തത്തിൽ എല്ലാ അവയവങ്ങളും കൂടെ നോക്കിയാൽ സ്കിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ അവയവങ്ങളിലും സ്കിന്നുണ്ട്. ഇത് മൊത്തം അഴിച്ച് നിലത്തോട്ട് വെച്ചാൽ 1.5 മുതൽ 2 മീറ്റർ വരെ വിസ്തീർണം ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ ഒരു 4 കിലോമീറ്റർ വരെ വരും. അത്രയും വിസ്തീർണം വരും ത്വക്കിന്. ഈ ത്വക്ക് കൊണ്ട് മൂടപ്പെട്ട ശരീരത്തിന്റെ പല ഭാഗങ്ങളെ നമ്മൾ ഓരോ അവയവമായിട്ട് തിരിക്കുന്നു. കൈ കാലിനൊക്കെ തിരിക്കുമെങ്കിലും ശരീരത്തിലെ അവയവങ്ങൾ എണ്ണുമ്പോൾ ത്വക്കാണ് ഏറ്റവും വലിയ അവയവം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 30 മാർക്കാണ്. അടുത്ത ചോദ്യം അഭിജിത്ത്. തയ്യാറാണല്ലോ? എലിന്ന് ഒന്നുകൂടെ പറയാവോ? അഭിജിത്തിന്റെ നാണം. എനിക്ക് അഭിജിത്തിന്റെ നാണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഭിജിത്തിന്റെ നാണം ഇല്ലാത്ത ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. ഓക്കെ. മനുഷ്യന്റെ തലച്ചോറിന് ഏകദേശം 1 കിലോ ഭാരം ഉണ്ടാവും. ശരി. ഒരു സസ്യത്തിന്റെ കറയാണ് പാചകത്തിന് ഉപയോഗിക്കുന്ന കായം. ശരിയാണ്. ടേബിൾ ഫാൻ തിരിയുന്നത് ഇടത്തോട്ടാണ്. തെറ്റ്. ചെമ്മീന്റെ ഹൃദയം തലയിലാണ്. ശരി. ഇൻഫോ പാർക്ക് തിരുവനന്തപുരത്താണ്. തെറ്റ്. ആദ്യത്തെ ചോദ്യം മനുഷ്യന്റെ തലച്ചോറിന് ഏകദേശം 1 കിലോ ഭാരം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ഏകദേശം ഒരു 300 ഗ്രാമോളം തൂക്കമാണ് നമ്മുടെ തലച്ചോറിനുള്ളത്. എങ്കിലും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ശേഖരിച്ചിട്ടുള്ളത് തലയിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മുകളിൽ നിന്ന് വീണാൽ താഴെ തലയടിക്കാനുള്ള സാധ്യത മനുഷ്യന് വളരെ കൂടുതലാണ്. പൂച്ച എങ്ങനെ വീണാലും 4 കാലിലേ വീഴുള്ളൂ. ഒരു ദിവസം വണ്ട് പൂച്ചയെ കണ്ടപ്പോൾ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും 4 കാലേ വീഴാനുള്ള വിദ്യ പഠിപ്പിച്ചു തരാം. കാരണം ഈ വണ്ട് കമന്ന് മലന്ന് വീണ് കഴിഞ്ഞാൽ തീർന്ന്. ചില ബേസിലൊക്കെ അടുക്കളയിൽ രാത്രി മുഴുവൻ കിടന്ന് ഇങ്ങനെ കാണിക്കണതാണ് ഇറങ്ങിപ്പോവാന്ന് വെച്ചിട്ട്. അതുപോലെ ഈ ഈച്ചയ്ക്ക് ഒരു ബുദ്ധിയില്ല. ഈച്ച ജനലിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാലേ തിരിച്ചു പോവില്ല. ഈ ജനലിൽ തന്നെ കിടന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പൊ പോകാൻ പറ്റുന്ന ഓർത്ത് പിടിച്ചോണ്ട് പോകും. ഈച്ചക്ക് ബുദ്ധിയില്ല. അത് ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ. ആ പിന്നെ ഞാൻ ചോദിച്ചു ഒരു സസ്യത്തിന്റെ കറയാണ് പാചകത്തിന് ഉപയോഗിക്കുന്ന കായം എന്ന് പറഞ്ഞു. അത് ശരിയെന്ന് പറഞ്ഞു. ശരി തന്നെയാണ്. 10 മാർക്ക് ഞാൻ ചെയ്തു. കായം സാധാരണഗതിയിൽ ഫുഡ് ഓഫ് ഗോഡ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇതൊരു മരത്തിന്റെ കറയാണ് ശരിക്കും. അത് ഉണക്കി പൊടിച്ച് കിട്ടുന്ന സാധനമാണ് കായം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു ടേബിൾ ഫാൻ തിരിയുന്നത് ഇടത്തോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ താങ്കൾ
തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്, 10 മാർക്ക്. കാരണം ടേബിൾ ഫാൻ ഓണാക്കി വെച്ചാൽ വലത്തോട്ടാണ് ടേബിൾ ഫാൻ എപ്പോഴും കറന്നുകൊണ്ടിരിക്കുന്നത്. സീലിംഗ് ഫാൻ എങ്ങോട്ടാണ് ഇറങ്ങുന്നത്? അതുപോലെ ടേബിൾ ഫാൻ വലത്തോട്ടും സീലിംഗ് ഫാൻ ഇടത്തോട്ടുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെമ്മീൻ്റെ ഹൃദയം തലയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു ശരി എന്ന്. എന്നാൽ അത് ശരി തന്നെയാണ്, 10 മാർക്ക്. ചെമ്മീന് തലയും വാലും മാത്രമേ ഉള്ളൂ ശരീരം എന്ന് പറയുന്നത്. തല കഴിഞ്ഞാൽ ഡയറക്റ്റ് വാലങ്ങ് തുടങ്ങുക. പാമ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തല കഴിഞ്ഞാൽ വാലാണോ ശരീരമാണോ എന്നറിയാത്ത അവസ്ഥയിലാണ് ചെമ്മീൻ ഇരിക്കുന്നത്. അതുമേലോട്ട് കാല് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെമ്മീൻ്റെ തലയിലാണ് ഹൃദയം. ഇൻഫോ പാർക്ക് തിരുവനന്തപുരത്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്, 10 മാർക്ക് കിട്ടി. ഇൻഫോ പാർക്ക് ഇരിക്കുന്നത് കേരളത്തിലെ കൊച്ചിയിൽ കാക്കനാടും തൃശ്ശൂരും കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, ചേർത്തലയിലുണ്ട്. 3 സ്ഥലത്താണ് ഇൻഫോ പാർക്ക് ഉള്ളത്. തിരുവനന്തപുരത്തുള്ളത് ടെക്നോ പാർക്ക് എന്ന് പറയുന്ന സാധനമാണ്, ഇൻഫോ പാർക്ക് അല്ല കേട്ടോ. ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്താണ്. അപ്പോൾ താങ്കൾക്ക് കിട്ടി 40 മാർക്ക്. സച്ചിൻ എത്ര മാർക്ക് കിട്ടിയത്? 30 മാർക്ക്. സച്ചിനേക്കാൾ 10 മാർക്ക് ലീഡിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആശാനാണ് ഇപ്പൊ പ്രതിസന്ധിയിലായത്. ആശാൻ വളരെ കോൺഫിഡൻസോടെ എന്നാലും ആശാൻ ഇപ്പൊ ചെറുതായിട്ടൊന്ന് പാളി നിൽക്കുക. കാരണം ആശാൻ 40 മാർക്ക് മേടിച്ചാൽ അഭിജിത്തും ആശാനും കൂടെ ടൈ ആവും, സച്ചിൻ ഔട്ടാവും. ആശാൻ 30 മാർക്ക് മേടിച്ചാൽ ആശാനും സച്ചിനുമായിട്ട് ടൈ ആവും, അതിലൊരാൾ ഔട്ടാവും. ആശാൻ 10 മാർക്ക് മേടിച്ചാൽ പുഷ്പമായിട്ട് ആശാൻ ഒറ്റയ്ക്ക് ഔട്ടാവാൻ പറ്റും. ഇങ്ങനെ 3 ഓപ്ഷൻസാണ് ആശാന്റെ കയ്യിലുള്ളത്. ആശാൻ ശ്രദ്ധിച്ചിരിക്കുക. ക്യാബേജ് ഒരു ശീതകാല പച്ചക്കറിയാണ്. ശരിയാണ്. ന്യൂമോണിയ ബാധിക്കുന്നത് കിഡ്നിയെയാണ്. തെറ്റ്. മമ്മൂട്ടി തല മൊട്ടയടിച്ച് അഭിനയിച്ച സിനിമയാണ് ആവനാഴി. തെറ്റ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് സൂര്യൻ. തെറ്റ്. ഒളിമ്പിക്സിൽ ഇന്ത്യ സ്വർണം നേടിയിട്ടുള്ള ഏക കായിക ഇനമാണ് ഹോക്കി. ശരി. ആശാൻ, കുട്ടികളെല്ലാവരും ആശാനെ പേടിച്ചായിരിക്കുന്നത്. ആശാനുമായിട്ടൊരു ടൈ വരരുത് എന്ന് 2 പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആശാനെ ഞാൻ തോപ്പിക്കേണ്ടി വരുമല്ലോ എന്ന ധർമ്മസങ്കടം അത് 2 പേരുടെയും മുഖത്ത് കാണുന്നുണ്ട്. ആശാൻ എത്ര മാർക്ക് വാങ്ങിച്ചു എന്ന് പുരുഷു പറഞ്ഞു തരും. എൻ്റെ ആദ്യത്തെ ചോദ്യം, ക്യാബേജ് ഒരു ശീതകാല പച്ചക്കറിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. 10 മാർക്ക് ആശാൻ നേടിയിരിക്കുകയാണ്. കേരളത്തിൽ ഇടുക്കി, നീലഗിരി തുടങ്ങിയ ഹൈറേഞ്ച് പ്രദേശങ്ങളിലാണ് ക്യാബേജ് കൃഷി ചെയ്യുന്നതും വളരുന്നതുമെല്ലാം. ന്യൂമോണിയ ബാധിക്കുന്നത് കിഡ്നിയെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ആശാൻ തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്, 10 മാർക്കാണ്. ന്യൂമോണിയ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശത്തിൽ ദ്രാവകം നിറയുന്ന ഒരവസ്ഥയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ബാക്ടീരിയ, വൈറസ് ഇതെല്ലാം കൊണ്ട്, ഫംഗസ് ഇതെല്ലാം കൊണ്ട് ന്യൂമോണിയ നമുക്കുണ്ടാകാം. അത് ഞാൻ ചോദിച്ചു, മമ്മൂട്ടി തല മുട്ടയടിച്ച് അഭിനയിച്ച ചിത്രമാണ് ആവനാഴി. തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്, 10 മാർക്ക്. മമ്മൂട്ടി തല മുട്ടയടിച്ച് അഭിനയിച്ച സിനിമ ഏതാണ്? ഒരു അവാർഡ് ഫിലിം. ഞാൻ വിധേയനുണ്ട്, യാത്ര ഉണ്ട്, നിറക്കൂട്ടുണ്ട്. അതെ. യാത്രയിലൊരു നല്ല പാട്ടുണ്ട്, ഏതാണെന്ന് അറിയാമോ? പിന്നെ യാത്രയിൽ ഇളയരാജയാണ് സംഗീതം. ഓർക്കുന്നില്ല. മൗത്ത് ഓർഗൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിനെ വളരെ പോപ്പുലർ ആക്കിയ ഒരു പാട്ടായിരുന്നു ആ പാട്ട്. അത് നമ്മൾ എല്ലാവരും കൂടെ ഇപ്പൊ പാടും. നന്ദിനി അതിൽ പങ്കെടുക്കും. നന്ദിനി ഇവിടെ നിൽക്കൂ. നിങ്ങൾ ശരിക്കും മസിലുള്ളവരെ കോലം കെട്ടിക്കുക. മസിലുള്ളവരെ ശരിക്കും കോലം കെട്ടിക്കുക. തന്നെ പാടുന്ന അപ്പൊ ഞാൻ അതല്ല, മസിൽ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരു കോലം കെട്ടാറുണ്ട്. തന്നെ പാടുന്നതിന് ഒരു കുഴപ്പമില്ല, നമ്മളെല്ലാരും കൂടെ പാടും. ആടില്ല വേണ്ട. ഓക്കെ, നോക്കിക്കോട്ടെ. 1 2 3 സ്റ്റാർട്ട്. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈകിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളമാണ് സൂര്യൻ. അപ്പോൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. ചന്ദ്രനാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശഗോളം. 3,84,400 കിലോമീറ്ററാണ് ചന്ദ്രനിലേക്ക് ഇവിടെയുള്ള ദൂരം. സൂര്യനിലോട്ട് ഏകദേശം 15 കോടി കിലോമീറ്റർ ഉണ്ട്. പിന്നെ സൂര്യൻ കുറച്ചുകൂടെ അടുത്തായിരുന്നെങ്കിൽ നമ്മുടെ ഇടപാട് 15 കോടി കിലോമീറ്റർ അപ്പുറത്തിരുന്നിട്ട് ഏപ്രിൽ മെയ് മാസത്തിൽ ഇവിടെ നടക്കാൻ പറ്റാനുള്ള, അതാണ് സൂര്യന്റെ ഇടപാട്. പക്ഷെ ഇതെല്ലാം ആശാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നില്ല.
ഒളിമ്പിക്സിൽ ഇന്ത്യ സ്വർണം നേടിയിട്ടുള്ള ഏക കായിക ഇനമാണ് ഹോക്കി എന്ന് ഞാൻ പറഞ്ഞു. ആശാൻ ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. മാർക്ക് കിട്ടിയില്ല. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 1980 ഹോക്കിയിൽ കിട്ടിയിട്ടുണ്ട്, മെൻസ് ഹോക്കിക്ക്. പക്ഷെ അത് ഏക കായിക ഇനമല്ല. അല്ല ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് ആയിരുന്നു. അഭിനവ് ബിന്ദ്ര, അഭിനവ് ബിന്ദ്രയ്ക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് ഗെയിമിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. ആദ്യം മെഡൽ കിട്ടിയെന്ന് ഞാൻ ഓർത്തേ. അപ്പൊ അത് ഹോക്കിക്കാന്നറിയാം. അതെ. പിന്നെ സ്വർണം കിട്ടി. പിന്നെ ഗെയിം അല്ല, മറ്റേ ഇൻഡിവിജ്വൽ ഗെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഷൂട്ടിംഗ് ആണെന്നറിയാം. അതെ, കായിക ഇനം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യക്ക് ഇങ്ങനെ 2 ഇനങ്ങളിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ആശാൻ 40 മാർക്ക് മേടിച്ചതോടുകൂടി ഇപ്പോൾ ശരിക്ക് രക്ഷപ്പെട്ട ആൾ എന്ന് പറയുന്നത് സച്ചിനാണ്. സച്ചിൻ ഇവിടെ രക്ഷപ്പെട്ടു. കാരണം ഫൈനലിൽ ആശാനുമായിട്ട് നേർക്കുനിന്ന് പോരേണ്ട അവസ്ഥ ഒരിക്കലും സച്ചിന് വന്നില്ല. സച്ചിൻ ഇപ്പോൾ ഈ റൗണ്ടിൽ നമ്മളെ വിട്ട് പോവുകയാണ്. സച്ചിൻ വരൂ. സച്ചിൻ, എന്താണ് ഇവരോട് പറയാനുള്ളത്? ആശാനെ ജയിക്കാണ്ട് സ്റ്റേജ് വിട്ട് ഇറങ്ങരുത്. അപ്പം ഈ വളർന്നു വരുന്ന യുവ മസിലിനെ നമ്മുടെ ശത്രുനായിട്ട് കാണരുത്. അല്ല, ശത്രുവായിട്ടല്ല. അതുകൊണ്ട് ആശാന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൃപ്തിപ്പെടും എന്നുള്ള ഉറപ്പാ. ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് ഇനി ആശാനെ ജയിപ്പിക്കുന്നതാണോ? അല്ലല്ല, ഞാനങ്ങനെ ഇവരോട് ആരോടും ഞാൻ ഒരു ആശാനായിട്ട് പെരുമാറിയിട്ടില്ല. ഞങ്ങൾ എല്ലാം ഒരുമിച്ച പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനങ്ങനെ പിന്നെ ഏജ് കൊണ്ട് ഇതായതുകൊണ്ട് അവർ ബഹുമാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലെങ്കിലും അതൊരു ഗുരുത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒന്നാണ്. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് തന്നെ ഐസക് ന്യൂട്ടനാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിനുള്ള സമ്മാനങ്ങൾ എടുത്തുകൊണ്ട് വന്നോളൂ നന്ദിനി.